ഇതാണ് പ്രോട്ടോടൈപ്പ്. ഞാൻ പഠിക്കുന്നത് ഇവിടെയാണ്. നിക്ക് ഞാൻ ആരാന്ന് പറയണ്ടേ? പറയാം. എൻ്റെ പേര് ഗോപിക. ഇപ്പം ഞാൻ കുറച്ച് തിരക്കിട്ട പണിയില്ല. ഇന്നെനിക്ക് റിവ്യൂ ഉണ്ട്. റിവ്യൂ എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാനിതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. ഞാൻ റിവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ബാക്ക് സ്റ്റോറി ആവാം. ഞാനെങ്ങനെ ഇവിടെ എത്തി, പ്രോട്ടോടൈപ്പ് എന്താണ് എന്നൊക്കെ അറിയണ്ടേ? വാ. എൻ്റെ ഡിഗ്രി റിസൾട്ട് വന്ന ദിവസം നല്ല മാർക്കിൽ ഞാൻ പാസ്സായി. അതിന് സന്തോഷമുണ്ട്. പക്ഷെ എന്നാലൊരു ചെറിയ ടെൻഷൻ. ഇനി എന്താ അടുത്തത്? ഒരു ജോലിയൊക്കെ വേണമല്ലോ. അതിന് ഇനി എവിടെ തുടങ്ങണം? അതായിരുന്നു എൻ്റെ ആശങ്ക. അപ്പോഴേക്കും അച്ഛൻ വിളിച്ചു. എൻ്റെ റിസൾട്ട് വന്നതിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷം എൻ്റെ അച്ഛനും അമ്മയ്ക്കാണ്. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരുന്നപ്പോഴാണ് ബെൽവിൻ വരുന്നത്. വെറും ബെൽവിനല്ല, ഉഡായിപ്പ് ബെൽവിൻ. അവനെ അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. എല്ലാ തവണയും എന്തെങ്കിലും ഒരു ഉഡായിപ്പായിട്ടായിരിക്കും അവൻ വരാം. പക്ഷേ ഇത്തവണ അത് തെറ്റി. അവനൊരു പുതിയ ഐഡിയ ആയിട്ടാണ് വന്നത്. അവനാണ് എനിക്ക് പ്രോട്ടോടൈപ്പിനെ പറ്റി പറഞ്ഞു തന്നത്. അവൻ ആദ്യം എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവൻ്റെ ആ ഐഡിയ ആയിരുന്നു ഞാൻ ഇന്ന് ഇവിടെ എത്താനുള്ള കാരണം. അവൻ എന്നോടൊരു കോഴ്സിനെ പറ്റി പറഞ്ഞു. പ്രോട്ടോടൈപ്പ് 7 മന്ത് കോഴ്സാണ്, സെൽഫ് ലേണിംഗ് ആണെന്നൊക്കെ. ആദ്യം ഞാൻ വിചാരിച്ചു സെൽഫ് ലേണിംഗ് ആണ്, ആരെങ്കിലും പഠിപ്പിച്ചിട്ട് കൂടി പഠിച്ചെടുക്കാൻ പറ്റാത്ത നമ്മൾക്ക് എങ്ങനെയാണ് സെൽഫ് ലേണിംഗ് ഒക്കെ വർക്കാവാൻ? ഇതൊക്കെയായിരുന്നു ആദ്യം എൻ്റെ ചിന്ത. പക്ഷെ അവൻ പറയുന്നു ട്രൈ ചെയ്ത് നോക്ക്, കിട്ടും, ശരിയാവും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാം, എന്നാൽ ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ എന്നുള്ള ആലോചനയിലാണ് എൻ്റെ ഈ യാത്ര തുടങ്ങുന്നത്. അവൻ പറഞ്ഞത് എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊന്ന് കയറി നോക്കി. കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമായി. എന്തോ തുടക്കം തൊട്ടേ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണോ അറിയില്ല, പക്ഷേ കൊള്ളാം. ആദ്യം ഞാൻ 3 hour കോഡിങ്ങിൻ്റെ വീഡിയോ കണ്ടു. അത് കൊള്ളാം, വർക്കൗട്ടായി. പിന്നെ അടുത്തത് ഞാൻ 100K കോഡിങ് കണ്ടു. അതും ചെയ്തു, അതും കംപ്ലീറ്റ് ആയി. അപ്പം അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഇതാണ് പ്രോട്ടോടൈപ്പ്, എൻ്റെ ഫസ്റ്റ് ഡേ. ഇനി ഈ കോഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഞാനെടുത്തത് മേൺ സ്റ്റാക്കാണ്. ഇവിടെ അതല്ലാതെ വേറെ കുറേ സ്റ്റാക്കുകളുണ്ട്. ഇവിടെ എല്ലാവരും സെൽഫ് ലേണിംഗ് ആണ്, സ്വന്തമായി കണ്ടുപിടിച്ച് പഠിക്കണം. അതാണ് ഇവിടുത്തെ രീതി. അതുപോരാതെ ഇവരായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സെഷൻസ് ഡെയിലി ഉണ്ടാവും, 1 hour. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൂടാതെ വേറെ കുറേ ടാസ്കുകൾ, പിന്നെ വീക്ക്ലി ടാസ്കുകൾ. വീക്ക്ലി നമുക്ക് റിവ്യൂ ഉണ്ടാവും. അതാണ് നിങ്ങൾ തുടക്കം കണ്ട റിവ്യൂ. ഇതാണ് വിസ്മയ മാം, ഞങ്ങളുടെ കൗൺസിലറാണ്. ആള് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ കുറച്ച് സാധനമാണെന്ന് വിചാരിച്ചു, പക്ഷേ പാവാണ്. ആ ശരീരം മാത്രമേ ഉള്ളൂ, കുട്ടികളുടെ മനസ്സാണ്.
ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ്. സീറ്റ് കാണിച്ചെന്ന് ടാസ്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. ഇനി ഇവിടെ ഉള്ളവരെ പരിചയപ്പെടണം. അതെങ്ങനെയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതാ ഇതാരാന്നല്ലേ, അശ്വതി, എൻ്റെ ഫ്രണ്ടാ. അവൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. ഇനി അടുത്തത് അശിക. അത് ഞാൻ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടതാട്ടോ. ആള് കുറച്ച് ഇൻട്രോവേർട്ടാ. ഇതും എൻ്റെ ഫ്രണ്ട്സാണ്. ഇവരൊക്കെയാണ് എൻ്റെ ബാച്ച്മേറ്റ്സ്. ഇതാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സെഷൻ. ഫസ്റ്റ് ഡേ ആണ്. അതിൻ്റെ എല്ലാ പേടി എനിക്കുണ്ട്. ഓരോരുത്തരെ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പേടി ഫുള്ള് പോയി. എനിക്ക് സ്റ്റേജ് അതിലേറെ പേടിയാണ്. എങ്ങനെ പോയി നിൽക്കും, അതും ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അങ്ങനെ ആദ്യത്തെ ആളെ വിളിച്ച്, രണ്ടാമത്തെ ആളെ വിളിച്ച്, മൂന്നാമത്തെ ആളെ വിളിച്ച്, അടുത്തത് ഞാനാ. എൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അവിടെ പോയി ചെന്ന് എന്ത് പറയും, അതാണ് എൻ്റെ പേടി. രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ ചെന്ന് നിന്നു. വിചാരിച്ച പോലെ അല്ലെങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ്. ഇനി ഡെയിലി ഇതുണ്ടാവുമെന്നാണ് സാറ് പറഞ്ഞത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് റിവ്യൂ. ആദ്യമായിട്ട് റിവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, എന്താ എന്നുള്ള പേടി എല്ലാവരെ പോലെ എനിക്കുണ്ട്. എന്താവുമെന്നും അറിയില്ല. എന്താവുമെന്ന് അറിയാതെ കയറി ഞാൻ റിവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ വിചാരിച്ച പോലെയല്ല. നല്ല രീതിക്ക് തന്നെ ഞാനത് പ്രസൻറ്റ് ചെയ്തു. അത് പാസ്സാവുകയും ചെയ്തു. അതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വീക്കുകളും കടന്നുപോയി. ചില വീക്കുകളിലൊക്കെ റിപ്പീറ്റ് കിട്ടി, ചിലതൊക്കെ എക്സ്റ്റൻഷൻ എടുക്കേണ്ടിയിരുന്നു. എന്നാലും വലിയ തരക്കേടില്ലാതെ എല്ലാ വീക്കുകളും കഴിഞ്ഞു. നിങ്ങൾ ആദ്യം കണ്ടത് എൻ്റെ 14ാമത്തെ വീക്കിൻ്റെ റിവ്യൂ ആണ്. അങ്ങനെ ആ റിവ്യൂ കംപ്ലീറ്റ് ചെയ്ത് താങ്ക് യു പറഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി. എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പാസ്സായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫെയിലായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാസ്സായാലും ഫെയിലായാലും ഇവിടെ ഞാൻ ജയിച്ചു. ഞാനിപ്പോൾ വന്ന പോലെയല്ല, നല്ല കോൺഫിഡൻ്റാണ്. സംസാരിക്കാൻ അറിയാം, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിപ്രായം പറയാനറിയാം, ഇംഗ്ലീഷും പറയാനറിയാം. പോരാതെ കമ്പ്യൂട്ടർ എങ്ങനെ ടൈപ്പ് ചെയ്യണം, ഓണാക്കണം എന്നുപോലും അറിയാത്ത ഞാൻ ഇപ്പോൾ കോഡ് ചെയ്യാനും പഠിച്ചു. സ്വന്തമായി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി മുമ്പോട്ട് പോകാനും എനിക്കറിയാം. ഇതെൻ്റെ മാത്രം വിജയമല്ല, എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ ഒപ്പമുള്ളവരുടെ വിജയം കൂടിയാണ്. എനിക്ക് ഇത്രയൊക്കെ പറ്റുമെങ്കിൽ കണ്ടിരിക്കണം നിനക്കും എന്തായാലും ഇതൊക്കെ പറ്റും. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ചു നോക്കണോണ്ട് തെറ്റില്ലല്ലോ.